ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ സർഫസസ്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ സബ്മേർജ്ഡ് സർഫസസ്. അപ്പോൾ എന്താ സബ്മേർജ്ഡ് സർഫസിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ഈ ടോപ്പിക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ, അതിൻ്റെ ഇക്വേഷൻസ്, അതുപോലെ തന്നെ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ്, സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ, പിന്നെ ഡിഫറെൻറ്റ് കേസുകളിൽ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് സർഫസ്, പിന്നെ കേർവ്ഡ് സർഫസ്, ഇത്രയും കേസിൽ ഈ ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷനും സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്? നമുക്കറിയാം, ഒരു ലിക്വിഡ് ഉണ്ടെന്ന് ചോദിക്കുക, ഇത് അതിൻ്റെ ഫ്രീ സർഫസാണ്. അപ്പോൾ ഈ ലിക്വിഡ്, സ്റ്റാഗ്നൻ്റ് ലിക്വിഡിൽ ഒരു പ്ലെയിൻ സർഫസ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ്, ഒരു പ്ലെയിൻ സർഫസ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് സബ്മേർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും? അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നത്. ആ ലിക്വിഡ് കാരണം അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫ്രീ സർഫസിൽ നിന്നും ഈ പ്ലെയിനിൻ്റെ ഡെപ്തിനനുസരിച്ച്, ഫ്രീ സർഫസിൽ നിന്നുള്ള ഡെപ്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവും. ഡെപ്ത് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരും. അതായത് ടോപ്പിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. ഡെപ്ത് കൂടുന്നതനുസരിച്ചിട്ട് കൂടി വരും. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്ലെയിനിൻ്റെ ഓറിയൻറ്റേഷനെയും അതുപോലെ തന്നെ സർഫസിൻ്റെ ഷേപ്പിനെയൊക്കെ എന്ത് ചെയ്യും? സർഫസിൻ്റെ ഷേപ്പിനെയൊക്കെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഷേപ്പൊക്കെ എന്ത് ചെയ്യും? ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫ്രീ സർഫസിൽ നിന്നുള്ള ഡെപ്തിനെയും ഷേപ്പിനെയും സർഫസിൻ്റെ ഷേപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതിനെ തന്നെയാണ് നമ്മൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്നും പറയുന്നത്. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിന് നമ്മൾ സിംപിളി എന്ത് പറയും? ടോട്ടൽ പ്രഷർ എന്ന് പറയും. ടോട്ടൽ പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്, ഈ ഫോഴ്സ് എപ്പോഴും റൈറ്റ് ആംഗിൾ ടു ദ സർഫസ് ആയിരിക്കും. സർഫസിന് നോർമലായിട്ടായിരിക്കും ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുക. അതായത് ഹൊറിസോണ്ടൽ സർഫസ് ആണെങ്കിൽ, ഹൊറിസോണ്ടലി സബ്മേർജ്ഡ് സർഫസ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക. വെർട്ടിക്കലി ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക. ഇനി ഇൻക്ലൈൻഡ് ആണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ എന്താണ്? സർഫസിന് നോർമലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ എവിടെയൊക്കെ വരുന്നത്? നമ്മൾ ഈ ഡാം അല്ലെങ്കിൽ ഗേറ്റ് വേസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ്, സെൻറ്റർ ഓഫ് പ്രഷർ. എന്താണ് സെൻറ്റർ ഓഫ് പ്രഷർ എന്നുള്ള ടേം വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ടോട്ടൽ പ്രഷർ, ഈ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ ഫ്രീ സർഫസിൽ നിന്ന് താഴെ ഒരു വെർട്ടിക്കൽ സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതേപോലെ തന്നെ ഒരു വെർട്ടിക്കൽ സർഫസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ പോയിന്റിലും എന്തുണ്ടാവും? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും റിസൾട്ടൻ്റ് ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ടോട്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് അപ്ലിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് പ്രഷർ എന്നത്. ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ഓൺ ദ സർഫസ്. ആ സർഫസിലെ ആ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് അപ്ലിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു ബോഡീൻ്റെ വെയിറ്റ് വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്ന പോലെ ഇവിടെ പ്രഷർ ഈ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഈ പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി ഡെപ്ത് കൂടുന്നതനുസരിച്ച് കൂടി വരും. പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരും. ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ത് ചെയ്യും? ഡെപ്ത് കൂടുന്നതനുസരിച്ച് കൂടി വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ടൻ്റ് ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് അപ്ലിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഈ സെൻറ്റർ ഓഫ് പ്രഷർ എപ്പോഴും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനേക്കാൾ താഴെയായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ താഴെയായിട്ടായിരിക്കും ഈ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ പോയിന്റ്, അതായത് ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ്. ഇനി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു 4 കേസാണ്. വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസ്, ഹൊറിസോണ്ടൽ സർഫസ്, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് സർഫസ്, പിന്നെ കേർവ്ഡ് സർഫസ്. ഇതിൽ 4 ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ, പിന്നെ ആ
ആക്ട് ചെയ്യുന്ന സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻസ്, പിന്നെ കേർവ്ഡ് സർഫസിൻ്റെ കേസിലുള്ള ഇക്വേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസിലുള്ള ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ അവിടെ എവിടെയായിരിക്കും സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ പോയിന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കി വയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കേസിൽ നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷനും അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്നാലും നമ്മൾ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസിൻ്റെ കേസിൽ എങ്ങനെയാണ് ടോട്ടൽ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളൊരു പ്ലെയിൻ സർഫസ് സെലക്ട് ചെയ്യുക. നമ്മുടെ ഇവിടെ പ്ലെയിൻ സർഫസ് തിക്നെസ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ സർഫസാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്ലെയിൻ സർഫസിൻ്റെ ലിക്വിഡ് ഫ്രീ സർഫസിൽ നിന്ന് അതിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസിനെ എച്ച് ബാർ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഒരു സ്മോൾ എലിമെൻറ്റ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ആ എലിമെൻറ്റിൻ്റെ വിഡ്ത്ത് ബി ആണ്. അത് ഫ്രീ സർഫസിൽ നിന്ന് ആ എലിമെൻറ്റിലേക്കുള്ള ഡെപ്ത് എത്രയാണ്? എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ ഓൺ ദ സ്ട്രിപ്പ് നമുക്കറിയാം. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? പ്രഷർ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് അല്ലേ, റോ ജി എച്ച്. അപ്പോൾ ഇവിടെ എന്താണ് ഈ സ്മോൾ എലിമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്? റോ ജി. ഫ്രീ സർഫസിൽ നിന്നുള്ള ഡെപ്ത് എക്സ് ആയതുകൊണ്ട് റോ ജി എക്സ്. ഇനി അപ്പോൾ ഫോഴ്സ് എന്തായിരിക്കും? ഈ പ്രഷർ ഇൻറ്റു ഏരിയ ആണല്ലോ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ സ്മോൾ ഏരിയ ഡി എ, റോ ജി എക്സ് ഇൻറ്റു ഡി എ. ഡി എ നമുക്ക് എന്തെഴുതാം? വിഡ്ത്ത് ബി ഇൻറ്റു ഈ എലിമെൻറ്റിൻ്റെ തിക്നെസ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രഷറിന് എങ്ങനെ എഴുതാം? ടോട്ടൽ പ്രഷർ അതായത് പ്രഷർ ഫോഴ്സിന് എങ്ങനെ എഴുതാം? പ്രഷർ ഇൻറ്റു ബി ഇൻറ്റു ഡി എക്സ്. പ്രഷർ നമുക്ക് റോ ജി എക്സ് എന്ന് എഴുതാം. ബി ഇൻറ്റു ഡി എക്സ് ആണ് ആ സ്മോൾ ഏരിയ. ഇനി അപ്പോൾ ഈ ഒരു സ്മോൾ സ്ട്രിപ്പിൻ്റെ ടോട്ടൽ പ്രഷറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ ഒരു സർഫസിൻ്റെ ടോട്ടൽ പ്രഷർ എത്രയായിരിക്കും? അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. ഇൻ്റഗ്രൽ റോ ജി എക്സ് ഇൻറ്റു ബി ഡി എക്സ്. റോ ജി കോൺസ്റ്റൻ്റ് ആണ്. ഇനി എക്സ് ഇൻറ്റു ബി ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ? എക്സ് ഇൻറ്റു ബി ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ അബൌട്ട് ലിക്വിഡ് ലെവൽ, അല്ലെങ്കിൽ ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറയും. അപ്പോൾ എക്സ് ഇൻറ്റു ബി ഡി എക്സിന് നമുക്ക് എന്തെഴുതാം? ഏരിയ ഇൻറ്റു എക്സ് ബാർ എന്ന് എഴുതാം. നമ്മൾ ഇതിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നത്. ഓക്കെ, ഏരിയ ഇൻറ്റു എക്സ് ബാർ എന്ന് എഴുതാം. ടോട്ടൽ ഏരിയ ഇൻറ്റു എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രോയിഡിലേക്ക് ഫ്രീ സർഫസിൽ നിന്നുള്ള ഡെപ്ത്. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ബി ഡി എക്സിന് നമുക്ക് എന്ത് എഴുതാം? മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ അബൌട്ട് ലിക്വിഡ് ലെവലാണത്. അതിന് നമുക്ക് എ ഇൻറ്റു എക്സ് ബാർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ടോട്ടൽ പ്രഷർ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ എക്സ് ബാർ. റോ ജി ഇൻറ്റു എ എക്സ് ബാർ എന്ന് എഴുതാം. ഇതാണ് ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നമുക്ക് ഫൈനലി വേണ്ടത്. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെൻറ്റർ ഓഫ് പ്രഷറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ്. നമ്മളിപ്പോൾ ടോട്ടൽ പ്രഷർ പറഞ്ഞു എന്താണ്? റോ ജി എ എക്സ് ബാർ ആണ് ടോട്ടൽ പ്രഷർ. അത് ഏത് വഴി ആക്ട് ചെയ്യും? അത് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത്? സി, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷറിലൂടെ ആയിരിക്കും ഈ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സെൻറ്റർ ഓഫ് പ്രഷർ ഏത് പോയിന്റിലായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫ്രീ സർഫസിൽ നിന്ന് സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുക. അതായത് ഈ ഫ്രീ സർഫസിന് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രീ സർഫസിന് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. നേരത്തെ പോലെ തന്നെ എന്താണ്? ഡി എക്സ് തിക്നെസ്സും ബി വിഡ്ത്തുമുള്ള ഒരു സ്മോൾ സ്ട്രിപ്പ് എക്സ് ഡെപ്തിലുള്ളത്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ആ സ്ട്രിപ്പിൻ്റെ മൊമെൻറ്റ് എബൌട്ട് ഫ്രീ ആക്സിസ് എന്തായിരിക്കും? ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ടോട്ടൽ പ്രഷർ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലേ? ടോട്ടൽ പ്രഷർ ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. അതായത് ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? പ്രഷർ റോ ജി എക്സ് ഇൻറ്റു ഏരിയ ബി ഡി എക്സ്. അതാണ് എന്ത്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ അത് ഇൻറ്റു ആ ഡിസ്റ്റൻസ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റോ ജി ഇൻറ്റു എക്സ് സ്ക്വയർ ബി ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും. ഇതിൻ്റെ
ഇൻ്റഗ്രൽ ആയിരിക്കും. ടോട്ടൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ റോ ജി എക്സ് സ്ക്വയർ ബി ഡി എക്സ് ആയിരിക്കും ടോട്ടൽ മൊമെൻ്റ്. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എ, അതെന്താണ്? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബി ഡി എക്സ്, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബി ഡി എക്സ് എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർഫസ് എബൌട്ട് ഫ്രീ ലിക്വിഡ് ലെവൽ. അതായത് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബി ഡി എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, നമ്മൾ മെക്കാനിക്സിൽ പഠിച്ച മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഏരിയ, മൊമെൻ്റ് ഓഫ് ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, സെക്കൻഡ് ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർഫസ് ആണെന്ത്? ഇൻ്റഗ്രൽ എക്സ് ബി ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു? ഐ ഒ എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർഫസ് എബൌട്ട് ഫ്രീ ലിക്വിഡ് ലെവൽ സർഫസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഓൾ പ്രഷർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? റോ ജി ഇൻറ്റു ഐ ഒ എന്ന് കിട്ടും. റോ ജി ഇൻറ്റു ഐ ഒ. ഇനി നമുക്കറിയാം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം എഫ് എന്ന് എടുക്കുകയാണെങ്കിൽ അതെന്താണ്? റോ ജി എ എക്സ് ബാർ ആണ്. അപ്പോൾ അത് ഇൻറ്റു സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഈ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ടോട്ടൽ പ്രഷർ എങ്ങനെയും കൂടി എഴുതാം, എഫ് ഇൻറ്റു എച്ച് ബാർ എന്ന് എഴുതാം. എഫ് ഇൻറ്റു എച്ച് ബാർ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ടോട്ടൽ പ്രഷർ എന്താണ്? റോ ജി ഇൻറ്റു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഫ്രീ ആക്സിസ്, റോ ജി ഇൻറ്റു ഐ ഒ. അങ്ങനെയാണെങ്കിൽ എഫ് എന്താണ്? നമുക്കറിയാം റോ ജി എ എക്സ് ബാർ ആണെന്ത്? എക്സ് ബാർ ആണ് എഫ് എന്ന് പറയുന്നത്. ഇൻറ്റു എച്ച് ബാർ, ഇവിടെ എച്ച് ബാർ കൂടി ഉണ്ട്, ഇൻറ്റു എച്ച് ബാർ. അങ്ങനെയാണെങ്കിൽ അതാണെന്ത്? ടോട്ടൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. റോ ജി എ എക്സ് ബാർ ഇൻറ്റു എച്ച് ബാർ ഈസ് ഈക്വൽ ടു എന്താണ്? റോ ജി ഐ ഒ, അല്ലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഫ്രീ സർഫസ്. അപ്പോൾ ഇവിടെ റോ ജി ഇവിടെ ക്യാൻസൽ ആയിപ്പോൾ പിന്നെ എന്താണ് വരുന്നത്? എ എക്സ് ബാർ എച്ച് ബാർ ഈസ് ഈക്വൽ ടു ഐ ഒ. ഇനി നമുക്കറിയാം നമ്മൾ പാരലൽ ആക്സിസ് തിയറം പഠിച്ചിട്ടുണ്ടല്ലോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയിൽ. പാരലൽ ആക്സിസ് തിയറം പ്രകാരം ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഫ്രീ സർഫസിനെ ഈ ആക്സിസിന് സെൻറ്റർ ഓഫ് ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എന്ത് എഴുതാം? ഐ ജി, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡ് ആക്സിസ് പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. എ ഇൻറ്റു ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ബാർ ആണ്, എക്സ് ബാർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഫ്രീ സർഫസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഇക്വേഷനിൽ എ എക്സ് ബാർ എച്ച് ബാർ ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എക്സ് ബാർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ എച്ച് ബാർ ഈസ് ഈക്വൽ ടു, ഈ എക്സ് ബാർ താഴോട്ടേക്ക് കൊണ്ടുവന്നാൽ എച്ച് ബാർ ഈസ് ഈക്വൽ ടു ഐ ജി ബൈ എ എക്സ് ബാർ പ്ലസ് എക്സ് ബാർ എന്ന് കിട്ടും. ഇതാണ് ഒരു വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ട് ഇക്വേഷനാണ് ഓർത്ത് വെക്കേണ്ടത്. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എ എക്സ് ബാർ, അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു ഐ ജി ബൈ എ എക്സ് ബാർ പ്ലസ് എക്സ് ബാർ. ഇതിൽ ഐ ജി എന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ്, എക്സ് ബാർ എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസിന് ഫ്രീ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് ഫോമുലയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ വെർട്ടിക്കൽ ഇമ്മേഴ്സ്ഡ് സർഫസിൻ്റെ കേസിൽ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ വെർട്ടിക്കൽ ഇമ്മേഴ്സ്ഡ് സർഫസിൻ്റെ കേസിൽ ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ റോ ജി എ എക്സ് ബാർ, സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ എച്ച് ബാർ ഈസ് ഈക്വൽ ടു ഐ ജി എ എക്സ് ബാർ പ്ലസ് എക്സ് ബാർ. ഇനി നെക്സ്റ്റ് പ്രഷർ പ്രിസം. എന്താണ് പ്രഷർ പ്രിസം? നമ്മളിപ്പോൾ ഈ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ആക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ ഈ എച്ച് ബാർ എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഇനി പ്രഷർ പ്രിസം എന്ന് പറയുന്നത് ഇത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് വിഷ്വലി എക്സ്പ്രസ് ചെയ്യാനുള്ള വേറൊരു മെത്തേഡാണ്, വേറൊരു വേ ആണ് എന്ത് ഈ പ്രഷർ പ്രിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുക, ഇവിടെ ഒരു ഫ്രീ സർഫസ്, ഇതൊരു ലിക്വിഡിൻ്റെ ഫ്രീ സർഫസ് ആണെന്ന് വിചാരിക്കും. ഈ ഫ്രീ സർഫസിൽ ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് ഇമ്മേഴ്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? വെർട്ടിക്കൽ പ്ലേറ്റ്സ് സബ്മേർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ സർഫസിൽ എന്തായിരിക്കും? പ്രഷർ ഫോഴ്സ് 0 ആയിരിക്കും. ഡെപ്ത് കൂടുന്നതനുസരിച്ചിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും, അല്ലേ? അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്തുണ്ടാവുക?
നമ്മൾ പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റോ ജി എക്സ് 0 ആയതുകൊണ്ട് 0 ആയിരിക്കും. ഇവിടെ ഒരു എക്സ് ഡിസ്റ്റൻസ് ഇടുന്നതായിരിക്കും. എക്സ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? റോ ജി എക്സ് ആയിരിക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് വരക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരും. അപ്പോൾ ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരും. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് ഹൈഡ്രോളിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൈഡ്രോളിക് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈക്വൽ ടു ദ വോളിയം ഓഫ് പ്രഷർ പ്രിസം ആൻഡ് പാസ് ത്രൂ ഇറ്റ്സ് സെൻട്രോയിഡ്. അതായത് നമ്മുടെ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്രഷർ പ്രിസത്തിൻ്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് പ്ലേറ്റ് ആയിരിക്കും. വിഡ്ത്ത് ഓഫ് പ്രഷർ, ഈ പ്രഷർ പ്ലേറ്റിൻ്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ പ്രഷർ പ്രിസത്തിൻ്റെ വോളിയം, പ്രഷർ പ്രിസത്തിൻ്റെ വോളിയം അതായിരിക്കും എന്ത്? ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഈക്വൽ ആയിരിക്കും? വോളിയം ഓഫ് പ്രഷർ പ്രിസം. ഈ പ്രഷർ പ്രിസത്തിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഇനി ഈ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്, അതായത് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സെൻട്രോയിഡ് ഓഫ് ദ പ്രഷർ പ്രിസം. ഈ പ്രഷർ പ്രിസത്തിൻ്റെ സെൻട്രോയിഡിന് ഈക്വൽ ആയിരിക്കും എന്ത്? അല്ലെങ്കിൽ സെൻട്രോയിഡിലൂടെ ആയിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നുണ്ടാവുക? ഈ ടോട്ടൽ പ്രഷർ പ്രിസത്തിൻ്റെ സെൻട്രോയിഡിലൂടെ ആയിരിക്കും ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ആ പോയിന്റ് ആയിരിക്കും. ഒരു സെൻട്രോയിഡ് ഓഫ് ദ പ്രഷർ പ്രിസം ആയിരിക്കും സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ പോയിന്റ്. അപ്പം ഈ കേസിൽ നിങ്ങൾ നോക്കുക, ഇതൊരു ട്രയാങ്കിളാണ്. ഈ പ്രഷർ പ്രിസം എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിളാണ്. അപ്പം അതിൻ്റെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ, ഫ്രീ സർഫസ് എന്നുള്ള ഹൈറ്റ് എച്ച് ആണെങ്കിൽ ബോട്ടത്തിൽ നിന്ന് h/3 എന്തിൻ്റെ? സെൻട്രോയിഡിൻ്റെ പോയിന്റ്. അതിലൂടെ ആയിരിക്കും എന്ത് ആക്ട് ചെയ്യുക? അതിലൂടെ ആയിരിക്കും ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുക. അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്നുള്ള പോയിന്റ് പ്രഷർ പ്രിസത്തിൻ്റെ സെൻട്രോയിഡിലെ സെയിം പോയിന്റ് ആയിരിക്കും. അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആയിരിക്കും? പ്രഷർ പ്രിസത്തിൻ്റെ സെൻട്രോയിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ ഒരു ഫ്രീ സർഫസിൽ നിന്ന് ഈ വെർട്ടിക്കൽ പ്ലേറ്റ് ഒരു എക്സ് ഡിസ്റ്റൻസ് താഴെയാണെന്ന് വിചാരിക്കുക. x1 ഡിസ്റ്റൻസ്, ഇത് x1 ഡിസ്റ്റൻസ്, ഒരു രണ്ട് x1 ഡിസ്റ്റൻസും മറ്റേ രണ്ട് x2 ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രഷർ പ്രിസം വരുമ്പോൾ എങ്ങനെ വരക്കുക? ഇവിടെ ഈ പോയിന്റിലുള്ള പ്രഷർ എന്തായിരിക്കും? റോ ജി x1. പിന്നെ ബോട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും. ബോട്ടത്തിൽ റോ ജി x2 ആയിരിക്കും എന്ത്? പ്രഷർ. അപ്പോൾ പ്രഷർ പ്രിസത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ട്രപ്പിസോയിഡിൻ്റെ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ട്രപ്പിസോയിഡിൻ്റെ ഈ ട്രപ്പിസോയിഡൽ പ്രഷർ പ്രിസത്തിൻ്റെ ഏരിയ ഇൻറ്റു തിക്നെസ് ഓഫ് പ്ലേറ്റ് ആയിരിക്കും എന്ത്? ആ ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അല്ലെങ്കിൽ ഈ പ്രഷർ പ്രിസത്തിൻ്റെ വോളിയം ആയിരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ട്രപ്പിസോയിഡൽ ഷേപ്പിൻ്റെ പ്രഷർ പ്രിസത്തിൻ്റെ സെൻട്രോയിഡ് ആയിരിക്കും എന്ത്? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ട്രപ്പിസോയിഡൽ ഷേപ്പിൻ്റെ സെൻട്രോയിഡിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യം ഓർത്ത് നോക്കുക. പ്രഷർ പ്രിസത്തിൻ്റെ കേസിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? വോളിയം ഓഫ് പ്രഷർ പ്രിസത്തിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അത് ആ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഏതിലൂടെയാണ് ആക്ട് ചെയ്യുക? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഓഫ് പ്രഷർ പ്രിസം ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ഇമ്മേഴ്സ്ഡ് സർഫസ്. നേരത്തെ നമ്മൾ വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് പറഞ്ഞു. ഹൊറിസോണ്ടലി ഇമ്മേഴ്സ്ഡ് സർഫസിൻ്റെ കേസിൽ എന്തായിരിക്കും? ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും എങ്ങനെയായിരിക്കും പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുക? നോർമൽ ആയിരിക്കും അല്ലേ? നോർമൽ ടു ദ സർഫസ് ആയിരിക്കും. ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് പ്രഷർ എന്തായിരിക്കും? സെയിം പോയിന്റ് ആയിരിക്കും. അതായത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് റോ ജി എ എക്സ് ബാർ തന്നെയായിരിക്കും. ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഈക്വൽ ടു റോ ജി എ എക്സ് ബാർ. ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് സെൻട്രോയിഡിന് ഈക്വൽ ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. സെൻറ്റർ ഓഫ് പ്രഷറും സെൻട്രോയിഡ് ഓഫ് ദ
സർഫസും എന്തായിരിക്കും, സെയിം ഡെപ്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻട്രോയിഡിലൂടെ തന്നെയായിരിക്കും. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷനിൽ ചേഞ്ച് ഒന്നുമില്ല, റോ ജി ഇൻറ്റു എ എക്സ് ബാർ. ഇനി നെക്സ്റ്റ് ഇൻക്ലൈൻഡ് ഇമ്മേഴ്സ്ഡ് സർഫസ്. ഇൻക്ലൈൻഡ് ഇമ്മേഴ്സ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ ഒരു സർഫസ് ഒരു തീറ്റ ആംഗിളിൽ ഹൊറിസോണ്ടലുമായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സബ്മേർജ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ ചേഞ്ച് ഒന്നുമില്ല, റോ ജി എ എക്സ് ബാർ. നമുക്ക് ഫൈനലി ഇക്വേഷൻ മാത്രം മതി. അപ്പോൾ ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്, റോ ജി എ എക്സ് ബാർ തന്നെയാണ്. ഇവിടെ ചേഞ്ച് വരുന്നത് സെൻറ്റർ ഓഫ് പ്രഷർ, അതായത് സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. സെൻറ്റർ ഓഫ് പ്രഷർ എച്ച് ബാർ ഈസ് ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എക്സ് ബാർ പ്ലസ് എക്സ് ബാർ ആണ്. ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എക്സ് ബാർ പ്ലസ് എക്സ് ബാർ ആണ് എന്ത്, സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് മാത്രം ഓർത്ത് നോക്കുക. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ മൂന്ന് കേസിലും, അതായത് വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസിൻ്റെ കേസിലാണെങ്കിലും ഹൊറിസോണ്ടൽ ഇമ്മേഴ്സ്ഡ് സർഫസിൻ്റെ കേസിലാണെങ്കിലും ഇൻക്ലൈൻഡ് സർഫസിൻ്റെ കേസിലാണെങ്കിലും ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്, റോ ജി എ എക്സ് ബാർ തന്നെയാണ്. ഈ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ പോയിന്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കുക. ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് റോ ജി എ എക്സ് ബാർ. ഡബ്ല്യു എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, റോ ജി എ എക്സ് ബാർ അതിനാണ് എന്ത്, ടോട്ടൽ പ്രഷർ ഫോഴ്സ് മൂന്ന് കേസിലും, ഹൊറിസോണ്ടൽ പൊസിഷൻ്റെ കേസിലും വെർട്ടിക്കൽ പൊസിഷൻ്റെ കേസിലും ഇൻക്ലൈൻഡ് പൊസിഷൻ്റെ കേസിലും. സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ കേസിൽ എന്ത് തന്നെയായിരിക്കും, സെൻട്രോയിഡ് തന്നെയായിരിക്കും. വെർട്ടിക്കൽ പൊസിഷൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് ഐ ജി എ എക്സ് ബാർ. ഇൻക്ലൈൻഡ് പൊസിഷനിൽ എക്സ് ബാർ പ്ലസ് ഐ ജി എ എക്സ് ബാർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത് മൂന്നും ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കർവ്ഡ് ഇമ്മേഴ്സ്ഡ് സർഫസ് ആണ്, അതായത് കർവ്ഡ് സർഫസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എന്താണ്, സർഫസ് സ്ട്രെയിറ്റ് ആണ്. ഇവിടെ എന്താണ്, സർഫസ് കേർവ്ഡ് ആയിട്ടുള്ള സർഫസ് ആണ്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താ, നേരത്തെ നമ്മളൊരു സ്മോൾ സർഫസ് കൺസിഡർ ചെയ്തിട്ട് അത് എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ട് സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ കിട്ടുമായിരുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ അങ്ങനെ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രഷർ ഇവിടെ കേർവ്ഡ് സർഫസ് ആയതുകൊണ്ട് തന്നെ പ്രഷറിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഓരോ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓരോ പോയിന്റിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിമ്പിളായിട്ട് സമ്മ് ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടൽ പ്രഷർ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ എങ്ങനെയാണ് പറയാൻ പറ്റുക, ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ രണ്ട് കമ്പോണൻ്റായിട്ട്, ടോട്ടൽ ഫോഴ്സിൻ്റെ രണ്ട് കമ്പോണൻ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, മറ്റൊന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുക, നിങ്ങളൊരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുക, സ്മോൾ ഏരിയ ഡി എ കൺസിഡർ ചെയ്യുക. അതിന് പെർപെൻഡിക്കുലർ, ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്, ടോട്ടൽ പ്രഷർ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഒരു തീറ്റ ആംഗിളിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും, ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഈ കേസിൽ ഓരോ കമ്പോണൻറ്റും കാരണം ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മേഷൻ ചെയ്തിട്ടാണ്, അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതായത് ഈ കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നമ്മൾ നേരത്തെ ടോട്ടൽ പ്രഷറിൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്തായിരുന്നു, പ്രഷർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ ജി എ ഇൻറ്റു, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതാം, റോ ജി ഇൻറ്റു എക്സ് ഇൻറ്റു, അതായത് ഈ നമ്മൾ കൺസിഡർ ചെയ്ത ഏരിയ ഫ്രീ സർഫസിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസിലാണ് നൽകുക. അപ്പോൾ എക്സ് ഇൻറ്റു ഡി എ അല്ലേ, ഡി എ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ കേസിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൽ ഏരിയയുടെ എന്തായിരിക്കണം, ഏരിയ ഇപ്പോൾ തീറ്റ ആംഗിൾ ആണെങ്കിൽ ഡി എ കോസ് തീറ്റ, ഡി എ സൈൻ തീറ്റ. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഡി എ സൈൻ തീറ്റ എന്നുള്ള ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതായത് നമ്മളിവിടെ പറയുന്നത് പ്രൊജക്റ്റഡ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡി എ സൈൻ തീറ്റയാണ്. അപ്പോൾ റോ ജി
എക്സ് ഇൻറ്റു ഡി എ സൈൻ തീറ്റ. ഈ ഡി എ സൈൻ തീറ്റ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ, അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ. അപ്പോൾ ഈ കർവ്ഡ് സർഫസിൻ്റെ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, വിഡ്ത്ത് ഡബ്ല്യു ഉള്ള, അതായത് ആ പ്ലേറ്റിൻ്റെ വിഡ്ത്തുള്ള ഒരു പ്രൊജക്റ്റഡ് ഏരിയ ആയിരിക്കും. അപ്പോൾ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ റോ ജി ഇൻറ്റു എക്സ് ബാർ ഇൻറ്റു വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ. അതായത് ഇവിടെ എന്താ പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസിൻ്റെ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ ആണ് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഫോഴ്സ് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ കർവ്ഡ് ഏരിയൻ്റെ പ്രൊജക്റ്റഡ് ഏരിയ, അതായത് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഏരിയ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എഫ് എച്ച് ഈസ് ഈക്വൽ ടു റോ ജി എ എക്സ് ബാർ ഇൻറ്റു പ്രൊജക്റ്റഡ് ഏരിയ. സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ എച്ച് ബാർ ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് ഐ ജി ഡിവൈഡ് ബൈ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ ഇൻറ്റു എക്സ് ബാർ. അതാണ് ഓർത്ത് വെക്കേണ്ടത്, വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ ഇൻറ്റു എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ആ പ്രൊജക്റ്റഡ് ഏരിയയുടെ സെൻട്രോയിഡിലേക്ക് ഫ്രീ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, പ്രൊജക്റ്റഡ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്, വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സിൻ്റെ കേസിൽ. ഇനി നെക്സ്റ്റ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് നിങ്ങൾ നോക്കുക, എഫ് വി അല്ലേ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഒരു സ്മോൾ ഏരിയ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡി എഫ് വി ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോ ജി ഇൻറ്റു വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ റോ ജി ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എ കോസ് തീറ്റ. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഇവിടെയായിരിക്കും ഡി എ. ഈ ഏരിയ ഡി എ കോസ് തീറ്റ എന്ന് പറയുന്നതാണ് ഏരിയ, ഡി എ കോസ് തീറ്റ ഇൻറ്റു ഏരിയ. അപ്പോൾ അല്ലെങ്കിൽ ഡി എ കോസ് തീറ്റ ഇൻറ്റു ഏരിയ, അപ്പോൾ ഡി എ കോസ് തീറ്റയാണ് ആ ഏരിയ, ഡി എ കോസ് തീറ്റ ഇൻറ്റു ഒരു എക്സ് എന്ന് കാണുന്നുണ്ടല്ലോ. നമുക്കറിയാം ഏരിയ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഇൻറ്റു ഈ ഒരു ഷേപ്പ് കാണിച്ചില്ല, ഏരിയ ഇൻറ്റു ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ്. ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് വരുമ്പോൾ എന്തായി, അത് വോളിയമായി, ആ വോളിയമായി ഫ്രീ സർഫസിൽ നിന്ന് അവിടെ വരെയുള്ള വോളിയമായി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു ഡി വി, അല്ലെങ്കിൽ ആ സ്മോൾ വോളിയം. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു വി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്, മാസ്. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും, വെയിറ്റ് ഓഫ് ലിക്വിഡ് ഫ്രം ഫ്രീ സർഫസ്. അതായത് ഫ്രീ സർഫസിൽ നിന്ന് ആ കർവ്ഡ് സർഫസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലിക്വിഡ് വോളിയത്തിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ദ വെയിറ്റ് ഓഫ് വോളിയം ഓഫ് ലിക്വിഡ് എക്സ്റ്റെൻഡിങ് വെർട്ടിക്കലി ഫ്രം ദ കർവ്ഡ് സർഫസ് ടു ഫ്രീ സർഫസ്. അതായത് ഇത്രയും പോർഷൻ്റെ ലിക്വിഡ് പോർഷൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. കർവ്ഡ് സർഫസിൻ്റെ കേസിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇത്രയും വെർട്ടിക്കലി ലിക്വിഡ് പോർഷൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ വെയിറ്റ് ഏതുവഴി ആക്ട് ചെയ്യുക, വെയിറ്റ് സെൻട്രോയിഡിലൂടെയാണല്ലോ ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏതിലൂടെ ആയിരിക്കും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കറസ്പോണ്ടിങ് വെയിറ്റ്. ഈ ടോട്ടൽ വെയിറ്റ്, ഈ ഫ്ലൂയിഡ് വെയിറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ഫ്ലൂയിഡ് വെയിറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും ആ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഹൈഡ്രോളിക് ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ ഓർത്ത് വെക്കുക, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ഹൈഡ്രോളിക് ഫോഴ്സ് എന്തിൻ്റെ ഇക്വേഷൻ എന്താണ്, റോ ജി ഇൻറ്റു എക്സ് ബാർ ഇൻറ്റു പ്രൊജക്റ്റഡ് ഏരിയ, വെർട്ടിക്കലി പ്രൊജക്റ്റഡ് ഏരിയ. ഇനി
വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണെങ്കിൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം എക്സ്റ്റെൻഡിങ് ഫ്രം ഫ്രീ സർഫസിൽ നിന്ന് ഈ കർവ്ഡ് സർഫസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലിക്വിഡ് കോളത്തിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതായത് വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? mg എന്നായിരിക്കും. അത് ഇതുവഴിയാണ് പാസ് ചെയ്യുക? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കറസ്പോണ്ടിങ് വെയിറ്റ്, ആ കറസ്പോണ്ടിങ് ലിക്വിഡ് കോളത്തിൻ്റെ വെയിറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് സ്ക്വയർ പ്ലസ് വെർട്ടിക്കൽ ഫോഴ്സ് സ്ക്വയർ. അതായത് റിസൾട്ടൻറ്റ് ഫോഴ്സ് എഫ് ആർ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എഫ് എച്ച് സ്ക്വയർ പ്ലസ് എഫ് വി സ്ക്വയർ. ഇനി ഈ നമുക്കറിയാം ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് എഫ് എച്ച് എഫ് വി, ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഒരു ഫൈ ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? വെർട്ടിക്കൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പം ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എഫ് വി ബൈ എഫ് എച്ച് എന്ന് പറയുന്നത്, ടാൻ ഇൻവേഴ്സ് വെർട്ടിക്കൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഫോഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓരോ ഡിഫറെൻറ്റ് കേസിലും വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് സർഫസ്, ഹൊറിസോണ്ടൽ ഇമ്മേഴ്സ്ഡ് സർഫസ്, ഇൻക്ലൈൻഡ് സർഫസ്, ഇതിൻ്റെ ഓരോ കേസിലും ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. താങ്ക് യു.